ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ദിയാസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ദിവസം എൻ്റെ വീട്ടിൽ നിന്നിട്ട് ചേട്ടൻ്റെ വീട്ടിലോട്ട് പോകാട്ടോ. അപ്പോഴത്തേക്ക് ഫുള്ള് പാക്കിംഗ് പരിപാടിയാണ് ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ. മെയിനായിട്ട് പാക്കിംഗ് പരിപാടിയാണ്. അപ്പോൾ എല്ലാം ഇതാ നിരത്തി വെച്ചിട്ടുണ്ട് കട്ടിൻ്റെ പുറത്ത് കൊണ്ടുപോകാനുള്ളത്. തുണിയെല്ലാം കുറേയൊക്കെ പെട്ടിയിലാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കി ഇതൊക്കെ റെഡിയാക്കി വെച്ചേ ഉള്ളൂ. ഇനി എന്തിൽ കൊണ്ടുപോകുമല്ലോ അറിഞ്ഞൂടാ. അപ്പോൾ അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എന്തൊക്കെ പാക്ക് ചെയ്യാനുള്ളതെന്നൊക്കെ കാണിക്കാം കേട്ടോ. അപ്പോൾ തുണികളെല്ലാം കൂടെ ഈ പെട്ടിയിലാക്കിയിട്ടുണ്ട്. ഈ പാത്രം പള്ളിയിൽ ഒരു ചിട്ടി തുടങ്ങിയിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അടിച്ചതാണ്. 2500 വരെ ചിട്ടി കൊടുത്തപ്പോൾ അങ്ങനെ ഒരു പാത്രം കിട്ടിയതായിരുന്നു. പിന്നെ ഇത് അമ്മമ്മയുടെയൊക്കെ ഗിഫ്റ്റൊക്കെ ആട്ടോ. സത്യം പറഞ്ഞാൽ അവിടെ നിന്നിട്ട് വരുമ്പോഴത്തേക്ക് അവരെന്തെങ്കിലുമൊക്കെ വാങ്ങിത്തരും. ഇത് അമ്മ വാങ്ങിയായിരുന്നു. പിന്നെ പുട്ടുക്കുറ്റി ഒരു പാത്രം. ഇത് സത്യം പറഞ്ഞാൽ ഈ പാത്രമൊക്കെ ഇവിടെ ഒരു മാമൻ വരും കേട്ടോ. ഈ പാത്രമൊക്കെ കൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴ്ചയിലൊക്കെ പൈസ കൊടുത്താൽ മതി അങ്ങനെ. അപ്പോൾ അങ്ങനെ കുറച്ച് സാധനമൊക്കെ വാങ്ങിയാണ്. പിന്നെ ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ പേരൊക്കെ അടിച്ചിട്ടുണ്ട്. ജിൻസി പണ്ട് സൺഡേ ക്ലാസ്സിനൊക്കെ പഠിച്ചിരുന്നപ്പം പള്ളിയിൽ സൺഡേ ക്ലാസ്സിനൊക്കെ പഠിച്ചിരുന്നപ്പം കിട്ടിയ കുറേ പാത്രങ്ങളാട്ടോ. അപ്പോൾ അങ്ങനെയാണ് കുറേ പാത്രമൊക്കെ ഉള്ളത്. ഇതൊന്നും എടുത്തിട്ട് പോലും ഇല്ല. എടുക്കാതെ ഇങ്ങനെ വച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും ഞാൻ പോകുമ്പോൾ കുറേ പാത്രമൊക്കെ അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ പിന്നെ അല്ലാതെ ഒരിടത്ത് പോയപ്പോൾ വാങ്ങിയതാണ്. സ്പൂണൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ അകത്ത്. അപ്പോൾ അങ്ങനെ കുറേ പാത്രമൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വച്ചിരുന്നതുകൊണ്ട് എന്തായാലും ഇപ്പോൾ വീട്ടിലോട്ട് കയറുമ്പോഴത്തേക്ക് അതിപ്പോൾ ഒരു ഉപകാരപ്രദമായി എന്ന് പറയാൻ. കുറച്ച് സ്പൂണൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതെന്തെങ്കിലുമൊക്കെ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് 5 രൂപയുള്ളൂ കേട്ടോ. ഇവിടുന്ന് വാങ്ങിയതാണ്. അപ്പോൾ ഇത് നല്ലൊരു പാത്രമാണ്. പിന്നെ ഇത് 2 ചെടിച്ചട്ടിയാട്ടോ. വല്ല ചെടിയൊക്കെ നടാമെന്ന് വിചാരിച്ച്. ഇതും അമ്മമ്മ തന്നെയാണ്. ഫുള്ള് ഗിഫ്റ്റാണ് ഇതെല്ലാം. അപ്പോൾ ഇത് ഇത്രയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഇതുപോലെ ഒരു മാമൻ ഇവിടെ ബൈക്കിലാണെങ്കിൽ കൊണ്ടുവന്ന കേട്ടോ. കുറേ പ്ലാസ്റ്റിക് പാത്രങ്ങളൊക്കെ. സംഭവം നമ്മളെ കയ്യിലുള്ള പഴയ ഫോണൊക്കെ ഉണ്ടെങ്കിൽ അവരെടുക്കും കേട്ടോ. അതിന് പകരം ഒരു പാത്രം കിട്ടും. അങ്ങനെ കിട്ടിയതാണ്. ഈ 3 ഫോൺ കൊടുത്തപ്പോഴത്തേക്ക് ഈ 2 ചെറിയ പാത്രവും ഈ ഒരു ബക്കറ്റ് കണ്ടോ. ഈ ബക്കറ്റും പിന്നെ അമ്മയുടെ കുറച്ച് പഴയ മാലകൾ കിടന്നട്ടോ പഴയത്. അപ്പോൾ അത് കൊടുത്തപ്പോൾ ഈ ഒരു അരിപ്പും കൂടെ കിട്ടിയ. ഇതിപ്പം ഈ വലിയൊരു ബൗളാണ്. നമുക്ക് ഈ തുണി കലക്കാനുള്ളതൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയ പോലത്താണ്. അപ്പോൾ ഇത് 130 രൂപയായിരുന്നു. പിന്നെ കുഞ്ഞിപ്പെണ്ണ് കുടുക്ക കണ്ടപ്പോഴത്തേക്ക് അതിൽ വെച്ച് പിടിയായിരുന്നു കേട്ടോ. പിന്നെ ആ കുടുക്ക ഇവിടെ വാങ്ങി കൊടുത്തു. ഇത് 30 രൂപയായിരുന്നു. അങ്ങനെ എന്തായാലും കയ്യിൽ നിന്ന് മൊത്തത്തിൽ ഇത്രയും പാത്രത്തിനും കൂടെ എനിക്ക് ഒരു 170 രൂപ കേട്ടോ ആയത്. അതത്രയും വാങ്ങി. അപ്പോൾ ഇത്രയാണ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വച്ചിരിക്കുന്ന പാത്രങ്ങളും സാധനങ്ങളൊക്കെ കേട്ടോ. പിന്നെ തുണികളൊക്കെ വേറെയും കുറേ തുണികളുണ്ട്. കുറേയൊക്കെ പാക്ക് ചെയ്യാനുള്ളത് കേട്ടോ. ഇനി വേണ്ടത് കുറച്ച് വീട്ടു സാധനങ്ങളാണ്. അതായത് അരി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഇങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ടല്ലോ. അങ്ങനത്തെയാണ്. ഫുള്ള് വാങ്ങിയിട്ടൊന്നുമില്ല. എന്നാലും അത്യാവശ്യം കുറച്ച് സാധനമൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കുറച്ച് സാധനങ്ങൾ വാങ്ങിയാണ്. ഉഴുന്ന്, റവ, മുളക് മല്ലി പൊടിക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ കുറേ ദിവസം ഉപയോഗിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ കുറച്ച് സാധനമൊക്കെ വാങ്ങിയാണ്. എണ്ണ പൊട്ടിപ്പോയി കേട്ടോ. എണ്ണയാണെങ്കിൽ പൊട്ടിപ്പോയി. അതുകൊണ്ടൊരു കവറിലാക്കി തന്നായിരുന്നു. മാവേലി സ്റ്റോറിൽ നിന്നാണ് ഇത്രയും വാങ്ങിയത്. ഇനി അരിയൊക്കെ പുറത്തുനിന്ന് വാങ്ങണം. അരിയും പിന്നെ പുളി അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ പുറത്തുനിന്ന് വാങ്ങണം. പിന്നെ ഇത് അല്ലാതെ ഒരു കടയിൽ നിന്ന് വാങ്ങിയ കേട്ടോ. ഉലുവ, ജീരകം, കടുക് ഇതൊക്കെ. അപ്പോൾ ഇത്രയും കുറച്ച് സാധനമൊക്കെ മാവേലി സ്റ്റോറിൽ നിന്ന് വാങ്ങിയെന്ന്. കുറച്ച് ഒരു 2-3 രൂപയൊക്കെ വ്യത്യാസം, ഒരു ലാഭം കിട്ടും. പിന്നെ ഇത്രയും ഫ്രീ ആയിട്ട് വന്നാ കേട്ടോ. പഞ്ചസാര ഒന്നും എടുത്തു വെച്ചിട്ടില്ല. അപ്പോൾ എല്ലാം ഇനി ഒരു കിറ്റിലോട്ടാക്കണം. അപ്പോൾ എല്ലാം ഇതാ നിരത്തി പറക്കി വെച്ചിരിക്കുകയാണ്. ഇനി ഇതെല്ലാം പാക്ക് ചെയ്ത് വെക്കണം. ഒരു വീട്ടിലോട്ട് കയറുമ്പോഴത്തേക്ക് എന്തായാലും കുറേ സാധനങ്ങൾ വേണം. പാത്രങ്ങളായാലും പിന്നെ നമ്മൾ ഉപയോഗിക്കണ നിറയെ സാധനങ്ങൾ എല്ലാം ഒന്നേന്ന് വാങ്ങണം. അപ്പോൾ കുറച്ച് സാധനമൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇനി തൂക്കണേയും തുടക്കണേയും അതുപോലെ കുറച്ച് സാധനമൊക്കെ കൂടി വാങ്ങാനുണ്ട്. അതിനി അവിടെ പോയിട്ട് വാങ്ങാം എന്ന് കരുതുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും പ്രാർത്ഥനയും വേണം കേട്ടോ. അപ്പോൾ
എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ പുതിയ വീട്ടിലോട്ട് കയറണമുണ്ട്, എല്ലാവരും പ്രാർത്ഥനയും വേണം. അപ്പോൾ വീഡിയോ എത്രയേ ഉള്ളൂ. താങ്ക് യു, ബൈ.